ഹലോ, വിത്ത് യുവർ ഹാൻഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പിസ്റ്റിൽ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ അത് വെച്ചിട്ടൊരു ചെറിയ 2 ഫ്ലവർ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഞാനിവിടെ 6 സ്ട്രാൻഡ്സ് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ആങ്കറിൻ്റെ എംബ്രോയിഡറി ത്രെഡ്. ഇതിന് നമുക്ക് ഇത്തിരി തിക്കായിട്ട് ത്രെഡ് എടുത്തിട്ട് തയ്ക്കുന്നത് നല്ലത്. ആങ്കർ ത്രെഡ് ആണെങ്കിൽ ഒരു 6 സ്ട്രാൻഡ്സ് എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് പേൾ കോട്ടൺ ഒക്കെ വെച്ചിട്ട് തയ്ക്കാം. നീഡിൽ മുകളിലേക്ക് കുത്തിയെടുത്തു. എന്നിട്ട് ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നത് തന്നെ കുറച്ചുകൂടി ലോങ് ആയിട്ട് കുത്തിയെടുക്കുന്നതിനെയാണ് പിസ്റ്റൽ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇതിനെ ലോങ് ഫ്രഞ്ച് നോട്ടെന്നും പറയാറുണ്ട്. ഇതുപോലെ നീഡിൽ ത്രെഡ് 2 തവണ ചുറ്റുക. എന്നിട്ട് ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ നമ്മൾ ഇവിടെ തന്നെയല്ലേ കുത്തുന്നത്. അതിന് പകരം നമ്മുടെ സ്റ്റിച്ചിന് എത്ര ലെങ്ത്ത് വേണോ അങ്ങോട്ട് കയറ്റിയിട്ട് ഇതുപോലെ കുത്തും. അപ്പോൾ ഇവിടെ ഒരു സ്റ്റെമ്മും ഇവിടെ ഒരു നോട്ടുമാണ് വരുന്നത്. ഇതുപോലെ എന്നിട്ട് താഴേക്ക് ഇതുപോലെ വലിച്ചെടുക്കുക. ഇത് വലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ ഇവിടെ ഈ ത്രെഡിലൊന്ന് പിടിച്ചുകൊണ്ട് വേണം, ത്രെഡ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് വേണം വലിക്കാനായിട്ട്, അല്ലെങ്കിൽ അവിടെ കെട്ട കൂടും. എന്നിട്ട് പതുക്കെ ഇതുപോലെ കുത്തിത്താത്തുക. ഇത് നമ്മൾ പിടിച്ചുകൊണ്ട് ചെയ്തില്ലെങ്കിൽ ഈ സ്റ്റെം വരുന്നത് ലൂസായി പോവും. വീണ്ടും നമുക്ക് എവിടെ നിന്നാണ് വേണ്ടതെന്ന് വെച്ചാൽ കുത്തിയെടുത്തു. എന്നിട്ട് നീഡിൽ 2 തവണ ത്രെഡ് ചുറ്റിയിട്ട് നമുക്ക് വേണ്ടത്ര ലെങ്ത്തിൽ ഇതുപോലെ കുത്തിത്താത്തുക. കുറച്ചുകൂടെ ലോങ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ അതുപോലെ തന്നെ ലോങ് ആയിട്ട് എടുക്കുക. ഇതിനെയാണ് പിസ്റ്റൽ സ്റ്റിച്ച് എന്ന് പറയുന്നത്. നമുക്കിത് വെച്ചിട്ടൊരു ഫ്ലവർ ചെയ്യുന്നത്, ഫ്ലവർ ഫില്ല് ചെയ്യാനൊക്കെ ഇത് നല്ലതാണ്. അങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഫ്ലവർ ചെയ്ത് നോക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ 2 സർക്കിൾ വരച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ചെറിയ സർക്കിളിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക, എന്നിട്ടൊരു സെൻറ്റർ പോയിൻ്റ് അടയാളപ്പെടുത്തുക. എന്നിട്ട് അതിൽ നിന്ന് ഒരേ അകലത്തിൽ ഇതുപോലെ വരകളിടുക, അല്ലെങ്കിൽ ആ സർക്കിളിൽ ഡോട്ട് ഇട്ടാലും മതി. സെൻറ്ററിൽ നിന്ന് ഇതുപോലെ കുത്തിയെടുക്കുക. എന്നിട്ട് നേരത്തെ ഞാൻ കാണിച്ച പോലെ ത്രെഡ് 2 തവണ ചുറ്റിയിട്ട് ഇവിടെ വരെയാണ് വേണ്ടത്. അപ്പോൾ അവിടെ വരെ നമ്മൾ താത്തുക. നമ്മളിതുപോലെ വലിച്ചു പിടിച്ചുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യണം, ലൂസായി പോകരുത്. വീണ്ടും സെൻറ്ററിൽ കുത്തുക. അടുത്ത ബെറ്റിൽ ചെയ്യുക. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു ഫ്രഞ്ച് നോട്ടും കൂടെ കൊടുക്കാം. അത് വേറെ ഏതെങ്കിലും ഒരു ഷെയ്ഡ് ഇട്ട് ചെയ്യുന്നതായിരിക്കുന്നല്ല. ഞാനിവിടെ ഒരു യെല്ലോ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. രണ്ടോ മൂന്നോ ചുറ്റിയിട്ട് ഇതുപോലൊരു ഫ്രഞ്ച് നോട്ടിന് പകരം നമുക്കവിടെ ചെറിയ ബീഡ് പിടിപ്പിച്ചാലും നല്ലതാണ്. അപ്പം നമ്മുടെ ചെറിയൊരു ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഫ്ലവർ ചെയ്യാം. ഇത് നമുക്ക് പെറ്റൽ കുറച്ച് കയറി ഇറങ്ങിയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. കുറച്ചുകൂടെ വലിയൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്, അതിനകത്തൊരു ചെറിയ സർക്കിളും വരച്ചിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തുല്യ അകലത്തിൽ ഇതുപോലെ വരയിട്ടേക്കുക. ഞാനിതിനായിട്ടൊരു പിങ്കിൻ്റെ ഒരു ഡബിൾ ഷെയ്ഡ് ത്രെഡ് എടുത്തിരിക്കുന്നത്. സിംഗിൾ ഷെയ്ഡ് വെച്ചും ചെയ്യാം. ഇതിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ലൈനിൽ നിന്ന് ആദ്യം തുടങ്ങാം. അപ്പോൾ ഈ ലൈനിൽ നമുക്ക് ഈ അകത്തുള്ള സർക്കിളില്ലേ, അവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. സെൻറ്ററിൽ നിന്ന് വേണ്ട, ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുപോലെ കുത്തിയെടുക്കുക. എന്നിട്ട് ഈ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഈ ലൈനിൽ നിന്ന് കുറച്ചുകൂടെ മുകളിലോട്ട് കയറ്റിയാണ്, അതായത് കുറച്ച് കയറി ഇറങ്ങി എതളുകൾ വരാനായിട്ടാണ്. ഇതുപോലെ 2 തവണ ചുറ്റിയിട്ട് ഈ സർക്കിളിൽ നിന്നും കുറച്ചും കൂടെ കയറിയിട്ട് മുകളിലേക്ക് കയറ്റി ഇതുപോലെ കുത്തി. അടുത്തത് ഇവിടെ നിന്ന് തന്നെ കുത്തുക. അടുത്ത സ്റ്റിച്ച് നമ്മൾ കുറച്ചുകൂടെ താത്തി ഈ സർക്കിളിൽ വരുന്ന പോലെയാണ് കുത്തുന്നത്. അടുത്തത് കുത്തുമ്പോൾ നമുക്ക് ഇതിനെക്കാട്ടി കുറച്ചും കൂടെ താത്തിയിട്ട് കുത്താം.
അടുത്തത് വീണ്ടും കുറച്ചുകൂടെ കയറ്റി കുത്താം. ഇനി ഈ ലൈനിൻ്റെ ഇവിടെ വരുമ്പം നമുക്ക് ആദ്യം ചെയ്ത പോലെ ഇതുപോലെ സർക്കിളിൽ നിന്നും കുറച്ചുകൂടെ നീക്കിയിട്ട് കുത്താം. ഏതലിൻ്റെ ഷേപ്പ് വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കയറ്റി ഇറക്കുകയും ചെയ്യുന്നത്. ഇതിപ്പോൾ എല്ലാം ഒരുപോലെ ഒന്നും ഇരിക്കണമെന്നില്ല, കയറി ഇറങ്ങി ഇരുന്നാൽ മതി. ഇതുപോലെ പല ലെങ്ത്തിൽ ഇതുപോലെ തയ്ച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ഫ്രഞ്ച് നോട്ട് ചെയ്യാം. ഞാൻ അതിനായിട്ട് ഇത്തിരി ഡാർക്ക് ഷെയ്ഡ് ത്രെഡ് എടുത്തിരിക്കുന്നത്, ഡാർക്ക് റെഡ് ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. അതിന് പകരം നമുക്ക് ബീഡ്സ് പിടിപ്പിക്കുകയും ചെയ്യാം. ഇങ്ങനെ കുത്തിയെടുക്കുക, എന്നിട്ട് അടുപ്പിച്ചടുപ്പിച്ച് ഫ്രഞ്ച് നോട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ വേറൊരു ഫ്ലവറും കൂടെ ചെയ്തിട്ടുണ്ട്. ഇത് വേറൊരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വെറുതെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല ലെങ്ത്തിൽ അങ്ങ് ചെയ്തേക്കുകയാണ്. സെൻറ്ററിൽ വന്നിട്ട് ഫ്രഞ്ച് നോട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് ഷെയ്ഡ്, ഡാർക്ക് ഷെയ്ഡ് ഫ്ലവറിന് കൊടുത്തപ്പം സെൻറ്ററിൽ ലൈറ്റ് ഷെയ്ഡ് കൊടുത്തു. ഇങ്ങനെ പല തരത്തിൽ നമുക്ക് ഈ പിസ്റ്റൽ സ്റ്റിച്ച് വെച്ച് ഫ്ലവേഴ്സും ഒക്കെ ലീഫ് തയ്ക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പിന്നീട് പല വീഡിയോയിലൊക്കെ ആയിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്